ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ് രാജുമോനെ. നിനക്കെന്റെ പിറന്നാൾ ആശംസകൾ. താങ്ക് യു ഡാഡി. എനിക്കിന്ന് വളരെ സന്തോഷമുണ്ട്. എപ്പോഴാ എന്റെ പാർട്ടി? എപ്പോഴാ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോടൊപ്പം കളിക്കാൻ വരാ? ഹാപ്പി ബർത്ത്ഡേ രാജു. നിന്റെ പാർട്ടി വൈകുന്നേരം 4 മണിക്കാ. അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ എന്റെ ഷോപ്പിംഗ് ഒക്കെ തീർക്കണം. നീയും എന്റെ കൂടെ വരുന്നു രാജു? തീർച്ചയായും, അത് നല്ല രസമായിരിക്കും. ഹലോ, അതെ അർജുൻ തന്നെ. പറ അരുൺ. എന്ത്, ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിനോ? അതേതായാലും കൊള്ളാം. ശരി, തീർച്ചയായും ഞങ്ങൾ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ എത്താം. രാജുമോനെ, നിന്റെ അമ്മാവനായിരുന്നു ബോംബെന്ന്. അമ്മാവനും മായ ആന്റിയും കൂടെ നിന്റെ കസിൻ രാജീവും ഉണ്ട്. പെട്ടെന്ന് ചെന്നൈയിലേക്കും കോയമ്പത്തൂരിലേക്കും അവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അവരിപ്പോൾ മുംബൈ എയർപോർട്ടിൽ നിന്നാണ് വിളിച്ചത്. നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ 2 മണിക്കൂറകം ചെന്ന് അവരെ റിസീവ് ചെയ്യണം. അവരിന്ന് രാത്രി തന്നെ കോയമ്പത്തൂരിലേക്ക് പോകത്രേ. നമുക്ക് അവരെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിലേക്ക് പോവാം അല്ലേ? അതെ, നമുക്ക് ഉടനെ പോകാം. ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഷോപ്പിങ്ങിനായി പൊയ്ക്കോളാം. നമുക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ബാങ്കിൽ കയറി കുറച്ച് പണവും കൂടെ വിഡ്രോ ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ സാധാരണ കാണാറുള്ള ചില സാധനങ്ങളാണ്. ഇത് ഒരു സോഫയാണ്. നാം സോഫയിൽ ഇരിക്കാറുണ്ട്. ഇത് വർത്തമാന പത്രമാണ്. നമ്മുടെ നാട്ടിലും രാജ്യത്തും ലോകത്തും നടക്കുന്ന എല്ലാ സംഭവങ്ങളും അറിയാനായി നാം ദിവസേന പത്രം വായിക്കുന്നു. ഇത് പുസ്തകമാണ്. നാം അറിവ് നേടാൻ വേണ്ടിയും നേരം പോക്കിനു വേണ്ടിയും പുസ്തകം വായിക്കുന്നു. ഇത് ഫാനാണ്. നമ്മുടെ മുറി കൂടുതൽ സുഖപ്രദമാക്കാനായി ഫാൻ ഉപയോഗിക്കുന്നു. ഇത് ടെലിഫോണാണ്. നമ്മിൽ നിന്നും വളരെ ദൂരെയുള്ളവരുമായി സംസാരിക്കാനും ബന്ധപ്പെടാനും നാം ഫോൺ ഉപയോഗിക്കുന്നു. ഇത് ഘടികാരമാണ്. സമയം അറിയുന്നതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്.